ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിലെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. എന്ന് വെച്ചാൽ ജൂലൈ ടു ഡിസംബർ എന്താ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്, മേജർ ഇവൻറ്റ്സ്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് നെക്സ്റ്റ് 6 മന്ത്സിന് വേണ്ടിയിട്ട് വർഗോ, അത് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിരിക്കും, ഇല്ല വെച്ചാൽ വീഡിയോയുടെ താഴെ ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും. അതിനെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യില്ല. യൂട്യൂബ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും, ആൻഡ് നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പോൾ വർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൽ എന്താ വരാൻ പോണത്? എംപ്രർ കാർഡാണ് ഇവിടെ ഞാൻ കാണുന്നത് ഫസ്റ്റ് കാർഡായിട്ട്. അപ്പോൾ എംപ്രർ ഏരീസിൻ്റെ എനർജിയാണ്. ഇതൊരു സ്ട്രക്ചർഡ് എനർജിയാണ്, ഡിസിപ്ലിൻഡ് എനർജിയാണ്, ഫെയർനെസ് ആൻഡ് ബാലൻസ്ഡ് എനർജിയാണ്. ഇത് ഒരു പവർഫുൾ എനർജി കൂടിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ ജോലി, എസ്പെഷ്യലി കരിയറിൽ നിങ്ങൾ കുറേ പ്രോഗ്രസ് ഉണ്ടാവും. ഒരു പ്രമോഷൻ ഉണ്ടാവാനും ചാൻസസ് ഹൈ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ചുകൂടിയും സ്ട്രക്ചർ ആൻഡ് ഡിസിപ്ലിൻ കൊണ്ടുവരും. പേഴ്സണൽ കാര്യങ്ങൾ, ഇല്ലാച്ച ഹെൽത്ത് കാര്യങ്ങൾ, ഇല്ലാച്ച ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കും. ചിലപ്പോൾ കുറച്ചുകൂടിയും ഒരു ബാലൻസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ, ഹെൽത്തി ലൈഫ്, സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻഡ് ലൈഫ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇതൊരു കുറേ ഫെയർനെസ്സിൻ്റെ എനർജിയാണ്, കുറച്ചുകൂടിയും റെസ്പോൺസിബിലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾ ഇതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് കൂടുതലുണ്ടാവുക. കോസ്മോസ് ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. കുറേ ഒരു കുറച്ചുകൂടിയും നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടിയും ആ സൈഡിലേക്കാണ് ലീൻ ചെയ്യണത്. അത് മാത്രമല്ല, ഇത് ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയുമാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ കുറേ ഇൻ കൺട്രോൾ ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ സ്പിരിച്വലി നിങ്ങളൊരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. കുറച്ചുകൂടിയും യുനോ ഇൻ കൺട്രോൾ ഓഫ് യുവർ ലൈഫ് അങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ന്യൂ ഡോർസ് ഓപ്പൺ ചെയ്യണം, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരണ എനർജി കൂടിയാണ് കോസ്മോസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി പുറമേന്ന് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരാനുള്ള ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണ കുറേ ചാൻസ് ഉണ്ടാവും. നോളജ് ഇൻക്രീസ് ചെയ്യണ ചാൻസ്. ഇത് വേൾഡ് വൈഡ് വെബും എനിക്ക് തോന്നുന്നത് അതും ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ കാര്യങ്ങൾ, അതിൽ കുറേ സക്സസ് ഉണ്ടാവും. ഇവിടെ മൂന്നാണ് ലാസ്റ്റ് കാർഡ്. മൂൺ ക്യാൻസർ എനർജിയാണ്. പക്ഷേ മൂണിൻ്റെ എനർജി ഒരു ഇമോഷണൽ എനർജിയാണ് മൂൺ. ഒരു മദറുടെ എനർജിയാണ് മൂൺ. അപ്പോൾ ഈ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ മദർ കുറേ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം. മദർ അല്ലച്ചാൽ വൈഫ് ആയിരിക്കാം. നിങ്ങളുടെ വൈഫ് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുണ്ടാച്ചാൽ മേ ബി ഇതൊരു നിങ്ങളുടെ വൈഫിലും അത്ര നിങ്ങൾ കുറേ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ഓറൽസ് നിങ്ങളുടെ മദറുടെ മുകളിൽ നിങ്ങളുടെ ഫോക്കസ് കൂടുതലുണ്ടാവും. ഇത് ഇമോഷൻസിൻ്റെ എനർജി കൂടിയാണ്. അപ്പോൾ ഈ 6 മന്ത്സിൽ മേ ബി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ കുറേ ഇമോഷണലി വൾനറബിളായി ഫീൽ ചെയ്യും. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ഓപ്പണായി ചിലപ്പോൾ ഷെയർ ചെയ്യില്ല. പക്ഷേ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാൻ വഴിയുണ്ട് നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിൽ. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ കുറേ പോസിറ്റീവായി ഫീൽ ചെയ്യും, ചില സമയത്ത് അത്ര പോസിറ്റീവായി ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാനും വഴിയുണ്ട്. ചില സീക്രറ്റ്സ് ഉണ്ട്, അതും പുറത്തു വരാനുള്ള വഴിയുണ്ട്. അപ്പോൾ എന്താ ഇതൊക്കെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ എംപ്രർ എന്താണ് ഇവിടെ നിങ്ങളുടെ എനർജിയിലെ എംപ്രർ? നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ലൈഫിൽ മേ ബി ഒരു ഏരീസ് എനർജി വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ ഒരു
വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ ആണ്. കിങ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. ഏരീസ്, അഗൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഒരു റൊമാൻറ്റിക് മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഒരു പേഴ്സൺ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സണെ മേ ബി നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓർ എൽസ് നെക്സ്റ്റ് 6 monthsൽ ഈ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ ആണ്. നല്ല ഒരു ജോബിൽ ഉള്ള പേഴ്സൺ ആണ്. വെൽ സെറ്റിൽഡ് പേഴ്സൺ ആണ്. കുറെ ഫെയറും ബാലൻസ്ഡ് ആയി പേഴ്സൺ ആണ്. കുറെ മെച്ചോർഡ് പേഴ്സൺ ആണ്. റെസ്പോൺസിബിലിറ്റി എടുക്കണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ റൊമാൻറ്റിക് മെസ്സേജസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാ മുമ്പോട്ട് പോവാ? ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ, ഈ ഓഫർ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂഷനിലായിരിക്കും. എന്നുവെച്ചാൽ ഈ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ, ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യോ ഇല്ലേ, അതാണ് നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്ര ഷുവർ ആവില്ല ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാ വർക്കൗട്ട് ചെയ്യോ ഇല്ലേന്ന്. അപ്പോൾ ഈ 2 of Swords എന്താണ് ഇവിടെ? ടവർ. അപ്പോൾ ഇതൊരു വലിയ ചേഞ്ചിന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഒരു ഷോക്കിംഗ് ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതും ഇവിടെ ഒരു മെസ്സേജ് ആയിരിക്കാം. അതല്ലച്ച ഈ റിലേഷൻഷിപ്പിന്റെ ഓഫർ വരണത് തന്നെ കുറച്ചൊരു ഷോക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മേ ബി നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നെക്സ്റ്റ് കാർഡ് ഇവിടെ കോസ്മോസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഇത് ട്രാവലിന്റെ എനർജി ആയിരിക്കാം, നോളജിന്റെ എനർജി ആയിരിക്കാം. അപ്പൊ ഈ കോസ്മോസ് എന്താണ് ഇവിടെ? Five of Pentacles. ഈ 5 of Pentacles എന്താണ്? Queen of Pentacles. അപ്പൊ ഇവിടെ കുറച്ചൊരു ഫിനാൻഷ്യൽ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ഫിനാൻഷ്യൽ ലോസ് ഞാൻ കാണുന്നുണ്ട്. ഇത് ഫിനാൻഷ്യൽ ലോസ് അല്ല, ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഒരു റിജക്ഷൻ്റെ എനർജി ഉണ്ട്. ഇത് റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ആരോ റിജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതായിരിക്കാം ഇവിടെ മെസ്സേജ്. അതല്ല വെച്ചാൽ ആരോ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. 3 of Pentacles. ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ മേ ബി ജോബ് റിലേറ്റഡ് ഇല്ലാച്ചാ വർക്ക് ബിസിനസ് റിലേറ്റഡ് കുറച്ച് ലോസ് ഉണ്ടാവാൻ വഴിയുണ്ട്. 3 of Cups, 5 of Cups ഇവിടെ എന്താണ്? 3 of Wands. പക്ഷെ ഇത് അത്ര വലിയ പേടിക്കാനുള്ള കാര്യമല്ല. നിങ്ങളുടെ ലൈഫിൽ കുറേയും കൂടിയും ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. ഒരു ഫിനാൻഷ്യൽ റിവാർഡിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇല്ലാച്ച നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഇവിടെ ഒരു നൈറ്റ് ഓഫ് വോൺസും ഉണ്ട്. മേ ബി നിങ്ങൾ ഇട്ട എഫേർട്ടിന്റെ റിവാർഡിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിൽ കുറച്ച് മേ ബി ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്. അത് മാത്രമല്ല നിങ്ങളൊരു ഫയർ സൈനിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മുമ്പേ ഈ ഫയർ സൈനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ നിങ്ങളത് റിഗ്രറ്റ് ചെയ്യണു. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് തോട്ട്സ് വരാൻ തുടങ്ങി. അത് ഈ റിജക്റ്റ് ചെയ്തത് ശരിയായിട്ടില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതല്ലച്ചാൽ ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മേ ബി കുറെ ട്രാവലിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അതും ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 എന്താണ് ഇവിടെ? ഹൈറോഫാന്റ്, ടോറസ് എനർജി. ഈ ഹൈറോഫാന്റ് എന്താണ്? നൈറ്റ് ഓഫ് സോഡ്സ്. നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ആൻഡ് 10 of Pentacles. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു ന്യൂസ് ആണ് കിട്ടണത്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആണെന്ന്. ഈ ഇൻഫർമേഷൻ മേ ബി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ടായില്ല, നിങ്ങൾക്ക് അറിയുണ്ടായില്ല. അതല്ലച്ചാൽ ഈ പേഴ്സൺ വേറെ ആരുടെയോ കൂടെ മാരി ചെയ്തു. നിങ്ങൾ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാച്ചാൽ അവർ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ കല്യാണം കഴിച്ചു, ഇല്ലാച്ചാൽ അവരുടെ കൂടെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ന്യൂസ് എന്തോ ഇവിടെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടായില്ല. ഈ സഡൻ ഇൻഫർമേഷൻ ആണ് വരണത്.
നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ ഒരു വാക്കിംഗ് അവേ എനർജിയാണ്. അപ്പോൾ വേർഗോ, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കണ്ട ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ, ജൂലൈ ടു മേ ബി സെപ്റ്റംബർ വരെ കുറച്ച് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ അതാണ് എൻഡ് ഓഫ് ദ ഇയർ വരെ നിങ്ങൾ ആ ഡിസിഷൻ തന്നെ കൗണ്ടർ ചെയ്യണത്. എവിടെയോ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ട്, അത് നിങ്ങൾ ഉണ്ടാക്കിയ ഡിസിഷൻ ശരിയായിട്ടില്ല എന്ന്. എന്നുവെച്ചാൽ എൻഡ് വരെ ഞാൻ കാണുന്നത് അതാണ്. നിങ്ങൾ ആ സെയിം പേഴ്സണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ, പക്ഷെ ആ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ കാണുന്നത്. ഇത് ഫിനാൻഷ്യൽ കാര്യമാണ് വെച്ചാൽ എന്തോ ഒരു ഓഫർ, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് 3 months നിങ്ങൾക്ക് പ്രൊമോഷൻ ഇല്ലാച്ചാ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല പൊസിഷൻ, അങ്ങനത്തെ എന്തോ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ട്രാവൽ ഞാൻ കാണുന്നുണ്ട്, കുറേ ഉണ്ടാവും. മേ ബി പുറമെ പോണ ചാൻസസും ഉണ്ടാവും. പക്ഷെ ഫിനാൻഷ്യലി കുറച്ച് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കുറച്ചൊരു ഫിനാൻഷ്യൽ ലോസ് ഞാൻ കാണുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഇയർ ആവുമ്പോഴേക്കും നിങ്ങൾ അഗൈൻ ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾ എന്തെല്ലോ കുറേ എഫേർട്ട് ഇട്ടുണ്ട്, പക്ഷെ അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ കുറേ ഡിസപ്പോയിൻ്റ് ആയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഫൈനലി നിങ്ങൾ ഒരു സിറ്റുവേഷന് വാക്ക് അവേ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി അത് ഈ എക്സ്പെക്ടേഷൻ ഒരിക്കലും വരില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങുന്നുണ്ട് എൻഡ് ഓഫ് ദ ഇയർ ആവുമ്പോഴേക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇമോഷണലി കുറേ ഡൗൺ ആയി ഫീൽ ചെയ്യണത് ചില സമയത്ത്. എന്നുവെച്ചാൽ ചില സമയത്ത് നിങ്ങൾ കുറേ പോസിറ്റീവായി ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വർക്ക് ആവില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ഒരു എനർജി ഞാൻ ഇവിടെ കാണാണ്ട് ഇവിടെ. അപ്പം എന്താണ് ഔട്ട്കം ഉണ്ടാവുക നിങ്ങൾക്ക് 6 months എൻഡ് ആവുമ്പോഴേക്കും ഔട്ട്കം എന്താണ്? ചാരിയറ്റ്. അപ്പൊ ചാരിയറ്റ് അഗൈൻ സക്സസിന്റെ എനർജിയാണ്, ട്രാവലിന്റെ എനർജിയാണ്, ഫോർവേഡ് മൂവ്മെന്റ് എനർജിയാണ്. ബ്ലോക്കേജസ് ഉണ്ട് ഈ നെക്സ്റ്റ് 6 months. പക്ഷെ നിങ്ങൾ ഈ ബ്ലോക്സിനെയൊക്കെ ഈസിലി ക്രോസ് ചെയ്യും. ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കുറെ പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഇത്. അഗൈൻ ട്രാവൽ ചെയ്യണ ഓപ്പർച്യൂണിറ്റീസും കുറെ ഉണ്ടാവും. എംപ്രസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് എംപ്രർ കണ്ടു, ഇപ്പൊ എംപ്രസ് ആണ് കാണുന്നത്. എംപ്രസ് ഒരു എംപ്രറും എംപ്രസ് ഒരു ഡിവൈൻ പെയറിന്റെ എനർജിയാണ്. ഡെവിൾ, കാപ്രിക്കോൺ എനർജിയാണ് ഡെവിൾ. പോപ്പ്. അപ്പോ അഗൈൻ ഇവിടെ ഞാൻ കാണുന്നത് ഒരു കുറെ ടോക്സിക് സിറ്റുവേഷൻ ആണ്, മേ ബി ഒരു മാരിഡ് പേഴ്സന്റെ കൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ, ഞാൻ അഗൈൻ ആ സ്റ്റോറിയിലേക്ക് തന്നെ വരണേ. എന്നുവെച്ചാൽ ഔട്ട്കം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഇത് അറിയുണ്ടാവില്ല. അതല്ലച്ചാ മേ ബി നിങ്ങൾ മാരി ചെയ്ത പേഴ്സന്റെ കൂടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അത് ഈ നെക്സ്റ്റ് 6 months കുറെ പ്രോമിനൻസിൽ വരും. ഇവിടെ ഞാൻ ഒരു വാക്കിംഗ് അവേ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജസ് വേറെ ആയിരിക്കും. പക്ഷെ എന്താ ഇതിൽ റെസൊനേറ്റ് ആവണം വെച്ചാൽ ആ മെസ്സേജ് എടുക്കുക. ആൻഡ് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ അത് കൃത്യമാവും, അത് കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.